അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ വരെയുള്ള എക്സാമിന് ഉണ്ടായിരുന്നേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിവിഷൻ. ഡിവിഷൻ തീരെ ഇഷ്ടമുണ്ടാവില്ല നിങ്ങൾക്ക് പഠിക്കാൻ. സബ്ട്രാക്ഷൻ പോലെ തന്നെ ഡിവിഷൻ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അഡീഷൻ പോലെ തന്നെ. എന്നാൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടക്കുറവുണ്ടാവും. എന്ത് ചെയ്യാ, പഠിച്ചല്ലേ പറ്റൂ, വേറെ വഴിയില്ലല്ലോ. ഡിവിഷൻ എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അഡീഷൻ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നമ്പർ ആഡ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതേപോലെ ഡിവിഷൻ ഈസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. അഡീഷന്റെ ഓപ്പോസിറ്റ് ആണല്ലോ സബ്ട്രാക്ഷൻ അല്ലെ? അഡീഷൻ പ്രോസസ്സിന്റെ ഓപ്പോസിറ്റ് ആണ് സബ്ട്രാക്ഷൻ. അതേപോലെ തന്നെ അപ്പം കണ്ടിന്യൂസ് അഡീഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ, അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് ആയിരിക്കും ഡിവിഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. അതായത് ഒരു നമ്പറിൽ നിന്ന് നമ്മൾ സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് 0 എത്തുന്നത് വരെ സബ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിവിഷൻ എന്ന് പറയുന്നത്. പറഞ്ഞുതരാം. ഇപ്പോ 20യിൽ നിന്ന് നമ്മൾ 4 മൈനസ് ചെയ്യുന്നു. 20യിൽ നിന്ന് ആദ്യം നമ്മൾ ഒരു 4 മൈനസ് ചെയ്തു. എത്ര കിട്ടി? 16 കിട്ടി. പിന്നെ ഒരു മിനിറ്റ്, കിട്ടിയില്ലേ? 20യിൽ നിന്ന് ഒരു 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടി. ഇനി ആ 16ൽ നിന്ന് നമ്മൾ അഗൈൻ ഒരു 4 കൂടി മൈനസ് ചെയ്തു. എത്ര കിട്ടി? 12 എന്ന് കിട്ടി. ഇനി ആ 12ൽ നിന്ന് again we subtract 1 4 is equal to 8. again ആ 8ൽ നിന്ന് ഒരു 4 കൂടി നമ്മൾ മൈനസ് ചെയ്യുന്നു. is equal to 4. again ആ 4ൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു 4 മൈനസ് ചെയ്യുന്നു. is equal to 0. അപ്പൊ നമ്മൾ 20ൽ നിന്ന് 4 മൈനസ് ചെയ്ത് 0 വരെ എത്തി അല്ലെ? 0 വരെ എത്തി. അപ്പോ ഈ 20ൽ നിന്ന് 0 എത്താൻ വേണ്ടി നമ്മൾ എത്ര തവണ 4 മൈനസ് ചെയ്തിട്ടുണ്ട്? എത്ര തവണ 4 മൈനസ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5. 5 ടൈംസ് 4 മൈനസ് ചെയ്തിട്ടുണ്ട്. അതായത് 20യെ നമ്മള് 4 കൊണ്ട് മൈനസ് ചെയ്താൽ എത്ര ആൻസർ കിട്ടും? 5 എന്ന് ആൻസർ കിട്ടും. അതായത് 20ൽ നിന്ന് നമ്മൾ 4 ആണ് നമ്മൾ മൈനസ് ചെയ്ത് 0യിലേക്ക് എത്തിയത്. എത്ര തവണ നമ്മൾ 4 മൈനസ് ചെയ്തു 0യിലേക്ക് എത്താൻ വേണ്ടി? 5 ടൈംസ് മൈനസ് ചെയ്തു. അതായത് നമ്മൾ 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we get the answer 5. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ ഒരു ലൈൻ ഇങ്ങനെ ഇട്ടത് കണ്ടുകൊണ്ട് കൺഫ്യൂഷൻ വരണ്ട. we write 20 divided by 4 is equal to 5. കീബോർഡിൽ ഈ ഒരു സൈൻ മാത്രമേ ഉള്ളൂ, ഡിവിഷന് വേറെ സൈൻ ഒന്നുമില്ല. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇട്ടെ. അപ്പൊ നമ്മൾ 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. അതായത് ഒരേ നമ്പർ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്നു. ഏത് വരെ? 0 എത്തുന്നത് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിവിഷൻ.
DIVISION. ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഡിവിഷൻ എന്ന് പറഞ്ഞാല്? ഡിവിഷൻ ഈസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഡിവിഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. മൾട്ടിപ്ലിക്കേഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചതല്ലേ? പഠിച്ചാണോ? യെസ്, പഠിച്ചതാണ്. അതുപോലെ ഡിവിഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ, if we divide any number by 1, we get the number itself as the answer. ആ പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ എന്നുള്ളതിന്റെ താഴെ ഫസ്റ്റ് സെന്റൻസിൽ നേരെ 1 നമ്പർ ഇട്ടിട്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചു. ഫസ്റ്റ് സെന്റൻസിന് 1 നമ്പർ കൊടുക്കുക, എന്നിട്ട് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ഡിവിഷൻ. ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ഡിവിഷൻ എന്താ? ഫസ്റ്റ് പ്രോപ്പർട്ടി, if we divide any number by 1, we get the number itself as the answer. നമ്മള് ഏത് നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താല് അതേ നമ്പർ തന്നെയായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. അതെങ്ങനെയാണെന്നറിയോ? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാല് 1 മൈനസ് ചെയ്ത് 0 വരെ എത്താം അല്ലെ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കാം. 5 ഡിവൈഡഡ് ബൈ 1. 5 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം 5ൽ നിന്ന് ഒരു തവണ 1 മൈനസ് ചെയ്തു. എത്ര കിട്ടി? 4 കിട്ടി. ഇനി ആ 4ൽ നിന്ന് ഒരു തവണ 1 മൈനസ് ചെയ്തു. എത്ര കിട്ടി? 3 കിട്ടി. അഗൈൻ ആ 3ൽ നിന്ന് 1 മൈനസ് ചെയ്തു, 2 കിട്ടി. ആ 2ൽ നിന്ന് 1 മൈനസ് ചെയ്തു, 1 കിട്ടി. നമ്മൾ 0 കിട്ടുന്നത് വരെ മൈനസ് ചെയ്തുകൊണ്ടിരിക്കണം. 1ൽ നിന്ന് അഗൈൻ 1 മൈനസ് ചെയ്തു, 0 കിട്ടി. അപ്പൊ നമ്മള് എത്ര തവണ ഇതിൽ നിന്ന് മൈനസ് ചെയ്തേ? 1. എത്ര തവണ മൈനസ് ചെയ്തു? 1, 2, 3, 4, 5 ടൈംസ് മൈനസ് ചെയ്തു. അതായത് 5 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 1. സോറി, 5. 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 തന്നെയായിരിക്കും. ഇപ്പൊ ഈ 5ന് പകരം വേറെ ഏത് നമ്പർ ആണെങ്കിലും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഏത് നമ്പർ അതേ നമ്പർ തന്നെയായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുക. That is first property of division. Okay, then second property, if we divide any non-zero number by itself, we get 1 as the answer. ആ സെന്റൻസിന് നേരെ 2 നമ്പർ ഇട്ടിട്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. രണ്ടാമത്തെ പ്രോപ്പർട്ടി, if we divide any non-zero number by itself, we get 1 as the answer. നമ്മളെ ഫസ്റ്റ് പ്രോപ്പർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ് പ്രോപ്പർട്ടി വരുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. ബട്ട് the second property says that if we divide any non-zero number by itself, we get 1 as the answer. ഏതൊരു non-zero number എന്ന് വെച്ചാല് 0 അല്ലാത്ത ഏതൊരു നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താല് 1 ആയിരിക്കും ആൻസർ കിട്ടുക. Okay, the second property, if we divide any non-zero number by itself, we get 1 as the answer. നമ്മൾ ഏതൊരു നമ്പറിനെയും 0 അല്ലാത്ത ഏത് നമ്പറിനെയും
അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താല് 1 ആയിരിക്കും ആൻസർ കിട്ടുക. അതെങ്ങനെയാ ചെയ്യുന്നത്? അതെങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? എക്സാമ്പിൾ നോക്കാം. 8 divided by 8 is equal to, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 8 ൽ നിന്ന് ആദ്യം നമ്മൾ 8 മൈനസ് ചെയ്യുന്നു. എത്ര കിട്ടും? is equal to 0. 8 ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 0 തന്നെയായിരിക്കും കിട്ടുക അല്ലെ? അപ്പൊ ഈ 0 കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര തവണ 8 മൈനസ് ചെയ്തു? ഒരു തവണ. So 8 divided by 8 is equal to 1. ഈ 8 ന്റെ പകരം ഇനി ഏത് വലിയ നമ്പർ ആയാലും, എത്ര വലിയ നമ്പർ ആയാലും, 0 ഒഴികെ ഏത് നമ്പർ ആയാലും 1 തന്നെയായിരിക്കും ആൻസർ കിട്ടുക. Okay, that is second property. ഇനി third one. If we divide 0 by any number except 0, the answer is 0. മൂന്നാമത്തെ സെന്റൻസിന് നേരെ 3 നമ്പർ ഇട്ടാവുന്ന അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഇപ്പൊ മിസ് വായിച്ച സെന്റൻസ്, if we divide any if we divide 0 by any number except 0, the answer is 0. നമ്മൾ 0നെ ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ 0 ആയിരിക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 0 കൊണ്ട് നമുക്ക് ഒരു നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കിപ്പോ ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 0 ചെയ്താൽ ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയായിരിക്കും ആൻസർ? ഓൾവേസ് 0. അതായത് നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്, എത്ര വലിയ നമ്പർ ആയാലും എത്ര ചെറിയ നമ്പർ ആയാലും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ the product is always 0. അതേപോലെ നമുക്ക് ഒരു നമ്പറിനെ ഒരിക്കലും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് 5നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. നമ്മൾ എങ്ങനെയാ സാധാരണ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആയിട്ട് ഡിവിഷൻ എങ്ങനെയാ ചെയ്യുന്നത്? 5നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 5ൽ നിന്ന് നമ്മൾ ആദ്യം ഒരു 0 മൈനസ് ചെയ്തു. ആൻസർ is 5. നമുക്ക് എന്ത് കിട്ടണം? സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് 0യിലേക്ക് എത്തണം അല്ലേ? ഇപ്പൊ നമ്മൾ 5ൽ നിന്ന് 0 മൈനസ് ചെയ്തു, we get 5. again നമ്മൾ 5ൽ നിന്ന് 0 മൈനസ് ചെയ്തു, again we get 5. നമ്മൾ എത്ര തവണ 5ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ നമുക്ക് 5 ആയിരിക്കും കിട്ടുക. 0 മൈനസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും 0 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല. സോ 5 divided by 0 അല്ലെങ്കിൽ any number divided by 0 is meaningless. That means we cannot divide any number by 0. നമുക്ക് ഒരു നമ്പറിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി 0നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 0നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we get the answer 0. സീറോനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും അതിന്റെ ആൻസർ 0 ആയിരിക്കും. അതാണ് എത്രാമത്തെ പ്രോപ്പർട്ടി? നാലാമത്തെ പ്രോപ്പർട്ടി. ആ നാലാമത്തെ പ്രോപ്പർട്ടിന് നേരെ 4 എന്ന് നമ്പർ ഇട്ടിട്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഡിവൈഡിങ് എനി നമ്പർ ബൈ മൂന്നാമത്തെ പ്രോപ്പർട്ടി, if we divide 0 by any number except 0, the answer is 0. That is third property. ഏത് നമ്പറിനെ കൊണ്ടും നമ്മൾ 0നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻസർ 0 ആയിരിക്കും. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി നമ്മളിപ്പോ പറഞ്ഞത്, ഡിവൈഡിങ് എനി നമ്പർ ബൈ 0 ഹാസ് നോ മീനിങ്. ഒരു നമ്പറിനെ നമുക്ക് 0 കൊണ്ട്
ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എത്ര പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു? ഡിവിഷന്റെ 4 പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഫസ്റ്റ് വൺ, if we divide any number by 1, we get the number itself as the number. Second one, if we divide any non-zero number by itself, we get 1 as the answer. Third one, if we divide 0 by any number except 0, the answer is 0. Next, fourth one, dividing any number by 0 has no meaning. ഈ പ്രോപ്പർട്ടീസ് എല്ലാം കൂടി നമുക്ക് സിമ്പിൾ ആയിട്ട് ഒറ്റൊരു നോട്ട് പോലെ എഴുതി വെക്കാം. ഓക്കെ, പഠിക്കാനുള്ള എളുപ്പത്തിൽ വേണ്ടിയിട്ടൊന്ന് മിസ് പറഞ്ഞുതരാം. പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ. Properties of division. First one, എന്താ? ഏതൊരു നമ്പറിനെയും, അതായത് നമ്മളിപ്പോ ഇവിടെ ഏത് എടുക്കുന്നു, ഒരു നമ്പറിനെ, ഏത് നമ്പർ ആയിക്കോട്ടെ, ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ answer is the number itself. This is first property. ഏത് നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ആൻസർ. സെക്കൻഡ് പ്രോപ്പർട്ടി, ഏത് നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആയിരിക്കും അതിന്റെ ആൻസർ. തേർഡ് പ്രോപ്പർട്ടി, സീറോനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 ആയിരിക്കും ആൻസർ. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി, a divided by 0 is equal to meaningless fact. അതായത് a divided by 0 എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു നമ്പറിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഫസ്റ്റ് പ്രോപ്പർട്ടി, if we divide any number by 1, we get the number itself as the answer. Next, second property, if we divide any non-zero number by itself, we get 1 as the answer. Third one, if we divide 0 by any number except 0, the answer is 0. 0 നെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 ആയിരിക്കും ആൻസർ. Fourth one, dividing any number by 0 has no meaning. A divided by 0 is a meaningless fact. These are the 4 properties of division. ഇത് നിങ്ങൾ പെട്ടെന്നൊന്ന് നോട്ടിലോ എവിടെയെങ്കിലും ടെക്സ്റ്റിന്റെ സൈഡിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചേ. എഴുതിയോ?
ഓക്കെ, അപ്പൊ നമ്മൾ പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും തമ്മിലുള്ള റിലേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറും ഡിവിഷൻ ഫാക്ടറും തമ്മിലുള്ള റിലേഷൻ ആ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ഒന്ന് നോക്കിയേ. പ്രോപ്പർട്ടീസിന്റെ തൊട്ട് താഴെ for every multiplication fact there are 2 division facts. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു അഡീഷൻ ഫാക്ടിന് 2 ഡിവിഷൻ ഫാക്ട്സ് ഉണ്ടായിരിക്കും. ഒരു അഡീഷൻ ഫാക്ടിന് 2 ഡിവിഷൻ ഫാക്ട്സ് ഉണ്ടായിരിക്കും. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ പഠിച്ചത്? വെയിറ്റ്, ടെൻ പ്ലസ് 5 is equal to 15. ഇതാണ് അഡീഷൻ ഫാക്ട്. ഇനി 15 മൈനസ് 5 എത്രയാ? ഈ അഡീഷൻ ഫാക്ടിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 15 മൈനസ് 5 is equal to 10. അതേപോലെ 15 മൈനസ് 10 എത്രയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. 5. അപ്പൊ ഈ അഡിഷൻ ഫാക്ടിനെ ബേസ് ചെയ്തുകൊണ്ട് 2 സബ്ട്രാക്ഷൻ ഫാക്ട് വരുന്നുണ്ട് അല്ലെ? സെയിം അതേപോലെ തന്നെയാണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് 2 ഡിവിഷൻ ഫാക്ട് വരുന്നുണ്ട്. ഇപ്പൊ 4 into 5 is equal to 20. This is multiplication fact. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 2 ഡിവിഷൻ ഫാക്ട് ഉണ്ടാക്കാം. അതായത് 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 20 എന്ന് കിട്ടും. മൾട്ടിപ്ലിക്കേഷന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ് ഡിവിഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നോക്കിയാൽ തന്നെ അതിന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാവും. 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we get the answer 5. അതേപോലെ ഒന്നുകൂടി ചെയ്യാലോ. 20യെ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? Equal to 20 divided by 5 is equal to 4. അതായത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടിന് there are 2 ഡിവിഷൻ ഫാക്ട്സ്. നമ്മൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട് എഴുതുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 2 ഡിവിഷൻ ഫാക്ട് ഉണ്ടാക്കാൻ പറ്റും. ആ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. 9 into 5 is equal to 45. അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട്. അതിന്റെ ഡിവിഷൻ ഫാക്ട്സ് ഏതൊക്കെയാ? 45 divided by 9 is equal to 5 and 45 divided by 5 is equal to 9. രണ്ടാമത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. 7 into 3 is equal to 21. ഡിവിഷൻ ഫാക്ട്സ് ഏതൊക്കെയാ? 21 divided by 3 is equal to 7 and 21 divided by 7 is equal to 3. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായല്ലോ. This relationship helps us to find the quotient. എന്താ quotient എന്ന് പറഞ്ഞാൽ? QUOTIENT. quotient എന്ന് പറഞ്ഞാൽ എന്താ? The answer we get after division. ഡിവിഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ quotient എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? അഡീഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറിന് എന്ത് പറയുന്നു? സം എന്ന് പറയുന്നു. SUM, സം. സബ്ട്രാക്ഷൻ ചെയ്ത് കിട്ടുന്നതിനോ? സബ്ട്രാക്ഷൻ ചെയ്ത് കിട്ടുന്നതിനെ എന്ത് പറയും? It is difference. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറിന് എന്ത് പറയും?
മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ എന്ത് പറയും? പ്രോഡക്റ്റ്. ആഫ്റ്റർ ദാറ്റ് ഡിവിഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ എന്ത് പറയും? ഡിവിഷൻ ചെയ്ത് കിട്ടുന്നതിനെ കോഷ്യന്റ്. ഈ 4 വേർഡ് ഒന്ന് ഓർത്ത് വെക്കണം, വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. ഇതാണ് കുറെ പേര് തെറ്റിച്ചിട്ടുള്ളത് എക്സാമിന്. എസ്റ്റിമേറ്റ് ദി സമ്മും തെറ്റിച്ചിട്ടുണ്ട്, എസ്റ്റിമേറ്റ് ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാല് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതിന്റെ ആൻസർ. അഡീഷൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് സം കിട്ടുന്നു, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡിഫറൻസ് കിട്ടുന്നു, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് കിട്ടുന്നു, ഡിവിഷൻ ചെയ്യുമ്പോൾ കോഷ്യന്റ് കിട്ടുന്നു. ഇതൊന്ന് ജസ്റ്റ് എഴുതി വെച്ചോ. ഈ വേർഡ്സ് 4 എണ്ണം പഠിച്ചു വെക്കണം. ഇനി ഫൈൻഡ് ദ കോഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ എന്താ ചെയ്യണ്ടേ? ഡിവിഷനാ ചെയ്യണ്ടേ. അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് അവിടെ സബ്ട്രാക്ഷൻ ചെയ്യണം. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഫൈൻഡ് ദി സം എന്ന് പറഞ്ഞാല് അഡിഷൻ ചെയ്യണം. ഈ 4 വേർഡും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത്, അതായത് എക്സാമിന്റെ സമയത്ത് ഇങ്ങനെ മാത്രമേ ആഡ് ദീസ് നമ്പർ അല്ലെങ്കിൽ സബ്ട്രാക്ട് ദീസ് നമ്പർ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ദീസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഫൈൻഡ് ദ സം അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻസ്, ഫൈൻഡ് ദ പ്രൊഡക്റ്റ്, ഫൈൻഡ് ദി കോഷ്യന്റ്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ. ഇനി ഡിവിഷന്റെ കേസിൽ കുറച്ച് വേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ക്ലാസ്സിന്റെ ടൈം തീരാറായി. ഹോംവർക്ക് പേജ് നമ്പർ 98. പേജ് നമ്പർ 98 എക്സസൈസ് 3.6 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അത് മാത്രം ചെയ്താൽ മതി ഹോംവർക്ക് ആയിട്ട്. എക്സസൈസ് 3.6 ഫസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മാത്രം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അത് ആ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അതിന്റെ ആൻസർ എങ്ങനെയാണെന്ന്. ആ പ്രോപ്പർട്ടി പഠിച്ചാൽ കറക്റ്റ് മനസ്സിലാവും. ഓക്കെ. അപ്പം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഹോംവർക്ക് എല്ലാവരും ഇന്ന് തന്നെ ചെയ്യണേ. ഓക്കെ, ബൈ.